ഒരു റെസ്റ്റിലുള്ള ബോഡിയുടെ അല്ലെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയിരിക്കും? അതിന്റെ പൊസിഷൻ എപ്പോഴും സെയിം ആയിരിക്കും, ബോഡി മൂവ് ചെയ്യുന്നില്ല. നിങ്ങൾ വരച്ചു കാണും. സോ അതിന്റെ ഷേപ്പ് ഈസ് ആസ് ഷോൺ ഇൻ ഫിഗർ. എല്ലാ സമയത്തും പൊസിഷൻ സെയിം ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ടൈം. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചു ഇതിന് പോസിറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഈസ് ടാബുലർ കോളം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഈസ് ആസ് എ ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ദെൻ നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഈസ് ആസ് എ ഷോൺ ഇൻ ഫിഗർ. We all are familiar with these graph. Then I draw a graph like this. What is the nature of this object in motion? What is the nature of the object in this motion? ഈ മോഷൻ നടത്തുന്ന ഈ നോൺ യൂണിഫോം എന്ന് പറയാം. അല്ല, ഓരോ സിറ്റുവേഷനിലും. ഫസ്റ്റ് കേസില് at rest positive velocity, negative velocity. Okay. So നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഇതിന്റെ ടാബുലർ കോളം വരയ്ക്കും. അതാണ് ഫസ്റ്റ് ടാസ്ക്. നിങ്ങളുടെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ ടാബുലർ കോളം വരയ്ക്കും. ദെൻ അടുത്ത ഗ്രാഫ് വരച്ചു കഴിഞ്ഞോ? ഇതിന്റെ റീഡിങ്സ് എങ്ങനെയാണ് വരിക, ഡിസ്പ്ലേസ്മെന്റും ടൈമും എങ്ങനെയാണ് വരിക നോക്കാം. 3 കേസസും കൂടെ ഒരുമിച്ച് നമ്മൾ കോർഡിനേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് സെക്ഷനിൽ എങ്ങനെയാണ്, സെക്കൻഡ് എങ്ങനെയാണ്, തേർഡ് എങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങളിത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചാലും മതി. ഇനി അടുത്ത കേസ് ഇതെന്താണ്? ഈ ഗ്രാഫ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ബോഡി പോസിറ്റീവ് വെലോസിറ്റി, റെസ്റ്റ്, നെഗറ്റീവ് വെലോസിറ്റി. ഇതൊക്കെ എന്തിന്റെ ഗ്രാഫാണ്? ഡിസ്പ്ലേസ്മെന്റ് ടൈം. Okay. Then next is എന്താണ് ഈ ഗ്രാഫിന്റെ പ്രത്യേകത? പോസിറ്റീവ് വെലോസിറ്റി, നെഗറ്റീവ് വെലോസിറ്റി, റെസ്റ്റ്. ഇനി ഈ മോഡലില് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഏത് വിധത്തിൽ വന്നാലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, റെഡിയല്ലേ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഒരു മോഡല് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇന്നത്തേക്ക് ഇത് മതി. ബാക്കി നമ്മളിന്ന് അസൈൻമെന്റ് ആയിട്ട് ചെയ്യും. ഇനി നമ്മുടെ പോർഷനിലേക്ക് കടക്കാം. ഇത് ഇന്നത്തെ അസൈൻമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈസ് ഡിറൈവ് ദ റിലേഷൻ S is equal to ut plus half at square. ഇത് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. V is equal to u plus at ഡിറൈവ് ചെയ്യാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു, അല്ലേ?
മൂന്ന് റിലേഷനും കൂടെ വന്നിട്ടാണ് നമ്മൾ ടെസ്റ്റ് പേപ്പർ എടുക്കുക, ഒറ്റയ്ക്ക് എടുക്കുന്നില്ല. ഓക്കെ, നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗ്രാഫ് വരയ്ക്കാണ്. വെലോസിറ്റീസ് മാർക്ക് ചെയ്തു. ഇത് ഇനീഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി. ടൈം നമ്മൾ മാർക്ക് ചെയ്യുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്കറിയില്ലേ? ഓർമ്മയില്ലേ വെലോസിറ്റി ടൈം ഗ്രാഫ്? അപ്പം ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v. ദെൻ ഇവിടെ നമ്മൾ ടൈം മാർക്ക് ചെയ്യുന്നത്, ഈ ടൈമിനെയാണ് നമ്മൾ 0 എന്ന് എടുക്കുന്നത്, ഈ ടൈമിനെയാണ് t എന്ന് എടുക്കുന്നത്. ഒരുപാട് പേർക്ക് വീണ്ടും സംശയം ഉണ്ടായി t = 0 എന്ന് പറയുന്നത് എന്താണെന്ന്. ഇപ്പോഴും ആ ഒരു ഐഡിയ പിടികിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ ഏത് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിന് 0 എന്ന് പറയുന്നു, അല്ലെങ്കിൽ 0 എന്ന് എടുക്കുന്നു. ഞാൻ എന്നിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഒക്കെ എടുക്കുമ്പോൾ അതിലാദ്യം നമ്മൾ 0 എന്ന് സെറ്റ് ചെയ്യുന്നു. പക്ഷെ ആ സമയം 0 ആവണമെന്നില്ല, 0 എന്നൊരു ടൈം ഇല്ല നമുക്ക്. അപ്പൊ നമ്മള് ആ സ്റ്റാർട്ടിംഗ് ടൈമിനെ 0 എന്ന് സെറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസിനെ നമുക്ക് 0 എന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ എടുക്കുന്നതിന് 0 എന്ന് എടുത്തു, രണ്ടാമത്തേന് 1 എന്ന് എടുത്തു, മൂന്നാമത്തേന് 2 എന്ന് എടുത്തു. അങ്ങനെ ചെയ്യാം നമുക്ക്. അതൊരു ഐഡിയ ആണ്. നമ്മൾ ഇമാജിൻ ദാറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു ഇമാജിനേഷൻ പവർ നമുക്ക് വരട്ടെ. ഇവിടെ നമ്മൾ ഇതിനെയാണ് 0 എന്ന് എടുക്കുന്നത്. നേരത്തെ നമ്മൾ ഈ ഒരു പോയിന്റിലാണ് 0 എന്ന് എടുത്തത് ഫസ്റ്റ് കേസില്. ഞാൻ സെക്കൻഡ് കേസിൽ ഇതിനെയാണ് 0 എന്ന് എടുത്തത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ച ഡെറിവേഷൻ ആയിരിക്കില്ല. ഞാനിത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത് തന്നെ പഠിക്കുന്നതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമെന്നായിരിക്കും. കുറച്ചുകൂടി പറഞ്ഞാൽ 9th ഡെറിവേഷൻ ആണ്. നിങ്ങൾ 9th പഠിച്ചൊരു ഡെറിവേഷൻ ആണ്. അത് തന്നെ പഠിച്ചാൽ മതി നമുക്ക്. ഓക്കെ, അപ്പോ ഇനീഷ്യൽ പൊസിഷനെ 0 എന്ന് എടുത്തു. അവിടുത്തെ വെലോസിറ്റി ഈസ് u, ഇനീഷ്യൽ ടൈം 0, ആ സമയത്തെ വെലോസിറ്റി ഈസ് u, ഫൈനൽ ടൈം ഇൻസ്റ്റന്റ് ഈസ് t, ആൻഡ് ദാറ്റ് വെലോസിറ്റി കറസ്പോണ്ടിങ് ഈസ് v. ഓക്കെ, അറ്റ് ടൈം t is equal to 0, velocity is u, and at time t is equal to t, velocity is v. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ്. ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്. ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് കണ്ടുപിടിക്കാൻ ഇതൊരു പർട്ടിക്കുലർ ഷേപ്പാണ്. ഈ ഡെറിവേഷന് വേണ്ടി, എസിന്റെ ഡെറിവേഷന് വേണ്ടി ഞാൻ ഈ ഏരിയ കണ്ടുപിടിക്കുന്നത് ഒരു രീതിയിലാണ്. ഇതിനെ ഞാൻ 2 ആക്കുക. അപ്പൊ എന്തായി? ഒരു ട്രയാങ്കിളുമായി ഒരു റെക്റ്റാങ്കിളും. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് റെക്റ്റാങ്കിളിന്റെ ഏരിയ, ഇതാണ് നമ്മൾ ഈ ടോപ്പിക്കില് ഈ സെക്ഷനിൽ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതാൻ പോകുന്നത്, ഈ ട്രയാങ്കിളിൽ നമുക്കൊരു പേര് കൊടുക്കാം. എ ബി സി. മിസ് എഴുതുന്നത് പോലെ എഴുതിക്കോളൂ. എ ബി സി ഒ. ഈ പോയിന്റിനെ ഒ എന്നും ഇതിനെ ഡി എന്നും കൊടുക്കും. എ ബി സി ഒ ഡി. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ ഒ എ സി ഡി. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഒ എ സി ഡി. ഇത്രയും കറക്റ്റ് ആയോ? നന്നായിട്ട് മനസ്സിലാക്കുക.
ഒരു ട്രയാങ്കിളും ഒരു റെക്ടാങ്കിളും ആയിട്ട് നമ്മൾ ഇതിനെ പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ ഒ എ സി. ഓക്കെ, then what is the area of the triangle ABC? Area of the triangle ABC. Area of the triangle ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that half BHR. അല്ലേ? Area of the triangle ABC is half BH. ഇവിടെ ബിക്ക് പകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ്? ഇങ്ങോട്ടുള്ളതാണ്. ഈ വിഡ്താണ് ബി. അത് ടൈമാണ്. എ ബി എന്ന് പറയുന്നതാണ്. എ ബി അല്ല, ഒ ഡി അല്ലേ ബിക്ക് പകരമായിട്ട്? സോറി, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എസിന്റെ കയ്യിലത്തെ ഫിഗർ പോയി, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഹാഫ് ബി സി ഇൻറ്റു എ സി ആണോ? എ സി ഇൻറ്റു ബി സി. ഹാഫ് എ സി ഇൻറ്റു ബി സി. ഇവിടെ ബി സി എന്ന് പറയുന്നത് എന്താണ്? ഈ ഹൈറ്റ് ആണ്. ഹൈറ്റ് ആണ് അല്ലേ? ഹൈറ്റ് എന്താണ്? വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് ഹാഫ് v മൈനസ് യു. ഓക്കെ, എ സി എന്ന് പറയുന്നതോ ഈ വിഡ്ത്താണ് അല്ലേ? ടി മൈനസ് സി. എ സി എന്ന് പറയുന്നത് ടി മൈനസ് സി. ഓക്കെ, ഹാഫ് v മൈനസ് യു ഇൻറ്റു ടി മൈനസ് സീറോ. ദാറ്റ് ഈസ് ഹാഫ് v മൈനസ് യു ഇൻറ്റു ടി. Area of the triangle is equal to half into BH. എന്താ വന്നത്? ഹാഫ് ഇൻറ്റു ബിക്ക് പകരം നമ്മൾ എന്താ എടുത്തത്? v മൈനസ് യു ഇൻറ്റു ടി. ഓക്കെ, v മൈനസ് യു ഇൻറ്റു ടി. Then area of the rectangle. Area of the rectangle. Rectangle ഏതാണ്? OACD is equal to എന്താ കിട്ടിയത് നമുക്ക്? UT. അപ്പൊ ടോട്ടൽ എന്താ വരിക നമുക്ക്? ടോട്ടൽ എന്താ വരിക? ഹാഫ് v മൈനസ് യു ടി ഹാഫ് v മൈനസ് യു ടി പ്ലസ് യു ടി എന്ന് വരും. ഹാഫ് v മൈനസ് യു ടി പ്ലസ് യു പ്ലസ് യു ടി. ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് v മൈനസ് യു ടി പ്ലസ് യു പ്ലസ് യു ടി. ഇനി നമ്മള് v മൈനസ് യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അതേപോലെ ചെയ്യാം, മറ്റേത് അടുത്ത ഡെറിവേഷനിലേക്ക് കൊടുക്കാം. ദെൻ v മൈനസ് യുവിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. v is equal to u plus a. Then v minus u is equal to 8. v minus u is equal to 8. Therefore, we can substitute for v minus u. Here we can write ഈ v minus u ന് പകരം നമുക്ക് 8t എന്ന് എഴുതാം. That is half 8t into t plus ut. അപ്പൊ ഇതെന്താ കിട്ടുക? ഹാഫ് 8t സ്ക്വയർ പ്ലസ് ut. ഈ ഇക്വേഷനെ നമുക്ക് തിരിച്ചെഴുതാം. ut പ്ലസ് ഹാഫ് 8t സ്ക്വയർ എന്ന്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്?
സ്റ്റാർട്ട് ചെയ്തത്? ഏറ്റവും ആദ്യം തുടങ്ങിയത് ഗ്രാഫിന്ന് അല്ല, ഗ്രാഫിന്ന് ഒരു സെന്റൻസ് എഴുതിയല്ലോ. ഏരിയ അണ്ടർ ദ ഗ്രാഫ്. എന്താണ് എഴുതിയത്? ഏരിയ അണ്ടർ ദ area under the graph. Area under a velocity time graph gives dash. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചിരുന്നു. Displacement. Area under a velocity time graph gives displacement. അല്ലേ? അപ്പോ നമുക്ക് എഴുതാം ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് അല്ലേ? അപ്പോ നമുക്ക് ഇത് is equal to what എന്ന് എഴുതാം? ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് എഴുതാം. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? വായിച്ചു നോക്കാം. നമ്മുടെ ഫൈനൽ ആൻസർ എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഹാഫ് എ ടി സ്ക്വയർ കുറച്ച് ടഫാണല്ലേ? ഞാൻ 2 ഡെറിവേഷൻ വിചാരിച്ചതാണ്. എന്തായാലും ഇതന്നെ ഒന്നുകൂടെ പറയാം, കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയാം. കുറച്ച് വളഞ്ഞ വഴിക്ക് വന്നു മിസ്, അതാണ് പ്രശ്നം ഉണ്ടായത്. എളുപ്പമുള്ള വഴിക്ക് വരാം. നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. u is the initial velocity, v is the final velocity, 0 is the initial time, t is the final. നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു റെക്റ്റാങ്കിളും ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും. ട്രയാങ്കിളിന്റെ പേരെന്താണ്? എ ബി സി. റെക്റ്റാങ്കിളിന്റെ പേര് ഒ എ ബി സി ഡി. Then area under the graph is equal to area of the triangle ABC plus area of the rectangle OACD. Area of the triangle ABC is given by half BH. അതായത് ഈ വിഡ്ത്ത് ഇൻറ്റു ഈ ഹൈറ്റ്. ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ഹാഫ് ടി മൈനസ് 0 ഇൻറ്റു ബി സി ആണ്. ഹാഫ് എ സി ഇൻറ്റു ബി സി ആണ്. ദാറ്റ് ഈസ് വി മൈനസ് യു. ദാറ്റ് ഈസ് ഹാഫ് വി മൈനസ് യു ഇൻറ്റു ടി. Then area of the rectangle is equal to എന്താണ്? u into t. ഇത് u ആണ്, u minus 0. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u minus 0 ആണ്. u minus 0 into t minus 0. That is area of the rectangle is equal to ut. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. half v minus u into t plus u. ഇനി ചെയ്യാൻ പോകുന്നത് v മൈനസ് യുവിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തുക. എന്താണ് ചെയ്യാൻ പോകുന്നത്? v മൈനസ് യുവിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്താൻ പോകും. അപ്പൊ അത് നോട്ട്ബുക്കിൽ അതേപോലെ തന്നെ എഴുതി വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അടുത്ത ഡെറിവേഷനിൽ നേരെ തിരിച്ചാണ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ കൺഫ്യൂഷൻ വരും. അപ്പൊ അവിടെ ഒരു പെൻസിലുണ്ടോ എന്തുകൊണ്ടെങ്കിലും എഴുതി വെച്ചോ. ഇനി നമുക്ക് വി മൈനസ് യുവിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തണം എന്ന് എഴുതി വെച്ചോ. വി മൈനസ് യുവിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തണം. അപ്പൊ നമ്മള് നെക്സ്റ്റ് എഴുതാൻ പോകുന്നു. വി നോ ദാറ്റ് വി ഈസ് ഈക്വൽ ടു u plus at. That is v minus u is equal to at. v is equal to u plus at.
That is b minus u is equal to at. Okay. അപ്പോൾ b minus u ന് പകരം at എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻ ഇക്വേഷൻ 1 ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ we get half at into t plus ut. Half at into t plus ut. Clear ആയോ? That is half at plus u. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ut plus half at square. ut plus half at square. This is the area under the graph. This is the area under the graph, and the area under a velocity time graph gives displacement, and we can write this. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ NCERT ടെക്സ്റ്റിലൊക്കെ ഇത് വേറൊരു രീതിയിലാണ് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തെഴുതും? നമ്മളെ ടെക്സ്റ്റിലുള്ള ആൻസറിലേക്ക് എത്താൻ വേണ്ടി ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എസ് ന് പകരം എക്സ് മൈനസ് x0 അല്ലേ, യുവിന് പകരം v0t പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇത് നിങ്ങൾ സ്കൂൾ ലെവലിൽ ഫെമിലിയർ ആയിരിക്കില്ല അല്ലേ? പഠിച്ചിട്ടില്ലല്ലോ. ഇത് നമ്മുടെ പ്ലസ് 1 ലെവലിൽ മാത്രമാണ് പഠിച്ചിട്ടുണ്ട് സ്കൂളില്. രണ്ട് പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് കാണിക്കാനാണ് എസിന് പകരം എക്സ് മൈനസ് x0 എന്ന് കാണിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി ആണെന്ന് കാണിക്കാനാണ് യുവിന് പകരം v0 എന്ന് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ദിസ് എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കും.